ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന് സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുജാതയെ എതിർത്ത് വിനീതിന്റെയും ഗംഗയുടെയും കല്യാണം നടത്താനായി തീരുമാനിക്കുകയാണ് രാധമ്മ. മുത്തശ്ശിയുടെ തീരുമാനമനുസരിച്ച് വിവാഹം നടത്താമെന്ന തീരുമാനത്തിലാണ് വിനീതും. തുടർന്ന് കാവേരിയും നിളയും വിനീതും നിവിനും കൂടി കല്യാണത്തിനുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ പോവുകയും എല്ലാവർക്കുമുള്ള ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരികയുമാണ്. വിനീത് ആ ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും കൊടുക്കുകയും താലി ശാരദയെ ഏൽപ്പിക്കുകയുമാണ്. ഗംഗയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. ശാരദ പറയുന്നത് അനുസരിക്കുന്നു മാത്രം. തുടർന്ന് വിവാഹത്തിനായി ഒരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാനായി നിൽക്കുകയാണ് മുത്തശ്ശിയും ശാരദയും കാവേരിയും നിളയും എല്ലാം. വിവാഹത്തിനായി ഒരുങ്ങിയ ഗംഗ വിഷമത്തോടുകൂടി കണ്ണാടിയിൽ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വന്ന കാവേരി ചോദിക്കുന്നു, എന്താ ഗംഗേച്ചി ആലോചിക്കുന്നത്? ഗംഗ പറയുകയാണ്, അച്ഛൻ മരിച്ച ദിവസം നിശ്ചയത്തിന് വേണ്ടി ഇതുപോലെ സാരിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഞാനിരുന്നു. അന്ന് അച്ഛൻ നമ്മളെ വിട്ടുപോയി. കല്യാണവും മുടങ്ങി. പിന്നീട് ഒരു ദിവസം കൂടി ഞാൻ അണിഞ്ഞൊരുങ്ങി. ആ വിവാഹവും മുടങ്ങി. വീണ്ടും ഇപ്പോൾ ഞാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. കാവേരി പറയുന്നു, അങ്ങനെയൊന്നും ഇപ്പൊ സംഭവിക്കില്ല ഗംഗേച്ചി. ഈ കല്യാണം ഇപ്പം ഗംഗേച്ചിയുടെ ഇഷ്ടത്തോടെയാണോ ഇഷ്ടമില്ലാതെയാണോ നടക്കുന്നതെന്നുള്ളതല്ല പ്രധാനം. നടന്നാ മതി. അവിടേക്ക് വന്ന മുത്തശ്ശി ചോദിക്കുന്നു, എന്താ ഇതുവരെ റെഡി ആയില്ലേ? കാവേരി പറയുകയാണ്, ഇന്ന് നടക്കാൻ പോകുന്ന കല്യാണത്തില് മുത്തശ്ശി മാത്രമാണ് സന്തോഷമായിട്ടിരിക്കുന്നത്. മുത്തശ്ശി പറയുന്നു, ഈ കല്യാണം കഴിയട്ടെ, എന്റെ കൊച്ചുമോള് എന്ത് സന്തോഷവതിയായിരിക്കും എന്ന് കണ്ടോ. നേരമായി, വാ. അങ്ങനെ അവർ ഗംഗയും കൂട്ടി ഹോളിലേക്ക് പോവുകയാണ്. അണിഞ്ഞൊരുങ്ങി വന്ന ഗംഗയെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. സ്നേഹത്തോടുകൂടി ഗംഗയുടെ കയ്യിൽ പിടിച്ച് നെറുകയിൽ ചുംബിക്കുകയാണ് ശാരദ. ശേഷം ശാരദ ഗംഗയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കാവേരി ചോദിക്കുന്നു, അമ്മ എന്താ ആലോചിക്കുന്നത്? ശാരദ പറയുകയാണ്, ഇവളുടെ കല്യാണം എങ്ങനെയൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചത് ഇപ്പൊ ആ കല്യാണം എങ്ങനെയാ നടക്കാൻ പോകുന്നതെന്ന് ഓർത്തതാ. ആരും അറിയാതെ നടത്തേണ്ട അവസ്ഥയാണല്ലോ. ശരി, വാ, അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുക. എല്ലാവരും അരവിന്ദന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണു നിറഞ്ഞ് ശാരദ പറയുന്നു, എല്ലാം കാണുന്നില്ലേ, ഇന്ന് ഗംഗയുടെ കല്യാണമാ. അരവിന്ദേട്ടന്റെ അനുഗ്രഹം ഗംഗയ്ക്ക് വേണം. കാവേരി പറയുന്നു, ഇനി അമ്മ കരയാൻ നിൽക്കണ്ട. ഗംഗ ചോദിക്കാണ്, എന്തെങ്കിലും എന്റെ കല്യാണം നടക്കുമോ അമ്മേ? ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഗംഗ പറയുകയാണ്, ഇന്ന് എന്റെ കല്യാണം മുടങ്ങിപ്പോയാൽ മൂന്നാമത്തെ തവണ കല്യാണം മുടങ്ങിപ്പോയവളാകുമല്ലേ? ശാരദ പറയുന്നു, ഇങ്ങനെയൊന്നും പറയാതെ ഗംഗെ, ഇതൊന്നും താങ്ങാൻ എനിക്ക് കഴിയില്ല. വിനീത് കല്യാണം നടക്കണമെന്ന് പറയുന്നു. സുജാതയാണെങ്കിൽ ഈ കല്യാണത്തെ എതിർക്കുന്നു. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്. കാവേരി പറയുന്നു, ഇന്ന് ഈ കല്യാണം മുടങ്ങിയാൽ അമ്മയെ ഞാൻ കൊല്ലും. അമ്മയല്ലേ പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്നത്. മുത്തശ്ശി പറയുകയാണ്, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. സന്തോഷമായിട്ട് ഈ കല്യാണം നടക്കും. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുജാത പറയുകയാണ്, അങ്ങനെ നടക്കണമെങ്കിൽ ഈ സുജാത ജീവനോടെ ഉണ്ടാകരുത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുജാതയെ നോക്കുകയാണ്. അരികിലേക്ക് വന്ന സുജാത ചോദിക്കുന്നു, എവിടേക്കാ എല്ലാവരും കൂടി? കല്യാണം നടത്താനാണോ? ഒരുപാട് പണക്കാരുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചിട്ടും നിന്റെ മകളുടെ കല്യാണം നടന്നില്ല അല്ലേ? ഇപ്പം ആരും കെട്ടുന്നില്ല എന്ന് വന്നപ്പോൾ എന്റെ മകന്റെ അടുത്തേക്ക് വന്നിരിക്കുക അപേക്ഷയുമായി നിന്റെ മകളെ കെട്ടണമെന്ന് പറഞ്ഞു. എന്റെ മകന്റെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തണം. ശാരദേ, നിനക്ക് എങ്ങനെ തോന്നിയത്? നിനക്കൊരു നാണക്കേടും തോന്നുന്നില്ലേ? മുത്തശ്ശി പറയുന്നു, സുജാതെ, എന്റെ കൊച്ചുമകനും കൊച്ചുമകൾക്കും കല്യാണമാണിന്ന്. ഗംഗ ജനിച്ചപ്പോഴേ തീരുമാനിച്ചതാണത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ വാ, ഇല്ലെങ്കിൽ നീ പോ. സുജാത പറയുന്നു, ആദ്യം അമ്മ മിണ്ടാതിരിക്കുക. അമ്മയുടെ മകനെ മാത്രം പ്രസവിച്ചിട്ട് എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ഞാൻ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ടും കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ എല്ലാവരും. എന്തൊരു അഹങ്കാരമാ നിങ്ങൾക്ക്. എടി, നിനക്ക് എന്റെ മോനെ ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് നിനക്ക് സമ്മതമല്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നീ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുകയാണല്ലോ. വിരൽ ചൂണ്ടി കാവേരി പറയുന്നു, അപ്പച്ചി, ഞാൻ കുറെ നേരമായി കേട്ടോണ്ടിരിക്കുക. അപ്പച്ചി ഒരുപാട് ഓവർ ആവുന്നുണ്ട്. ശാരദ പറയുന്നു, കാവേരി, മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? സുജാത പറയുന്നു, മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ? കാവേരി പറയുകയാണ്, അപ്പച്ചി, ഈ കല്യാണം നടക്കണമെന്ന് പറഞ്ഞത് അപ്പച്ചിയുടെ മകനാ. നിങ്ങൾ ഇവിടെ വന്ന് കല്യാണത്തെ എതിർത്ത് സംസാരിച്ചിട്ടും ഇന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മകൻ തന്നെയാ. ആരും നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്താനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ മകൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ചെന്ന് നിങ്ങളുടെ മകനോട് തന്നെ ചോദിക്ക്. ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? പുച്ഛത്തോടുകൂടി ചിരിച്ച് സുജാത പറയുന്നു, എന്റെ മകനെ വിശ്വസിച്ചല്ലേ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നത്? പോ, അവൻ വരും. എങ്ങനെയാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അവന്റെ മനസ്സ് വിഷമം കണ്ടാൽ അലിയും. അതുകൊണ്ടാ നീ ചോദിച്ച ഉടനെ ഗംഗയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം ഇല്ലാതാകില്ലല്ലോ. ഞാൻ പറയുന്നത് വേണ്ടാന്ന് വെച്ച് എന്നെ ധിക്കരിച്ച് അവൻ ഇവിടെ വന്ന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. മുത്തശ്ശി പറയുന്നു, സുജാതെ, നീ നിന്റെ ആങ്ങളയുടെ കുടുംബത്തെ അപമാനിക്കുകയാണ്. സുജാത പറയുന്നു, എന്റെ ആങ്ങളയുടെ കുടുംബം എന്റെ കുടുംബത്തെ അപമാനിച്ചപ്പോൾ അമ്മയുടെ കണ്ണ് എവിടെയായിരുന്നു? അപ്പൊ ചോദിക്കത്തില്ലായിരുന്നു ഇതെല്ലാം? പോയി അവൻ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയിരിക്കും. എത്ര സമയം നിങ്ങൾ അവിടെ ഇരുന്നാലും എന്റെ മകൻ വരില്ല. എന്റെ വാക്ക് കേൾക്കാതെ കള്ളത്തരത്തിൽ കല്യാണം നടത്താൻ ശ്രമിച്ചതല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഐശ്വര്യ ശാരദ നിന്റെ മകൾക്ക്.
മൂന്നാമത്തെ കല്യാണവും മുടങ്ങാൻ പോകുന്നു. ഈ നാട്ടുകാര് പോസ്റ്റർ ഒട്ടിക്കും, 3 കല്യാണം മുടങ്ങിപ്പോയവളെന്ന് പറഞ്ഞ്. നിന്റെയൊക്കെ അഹങ്കാരത്തിന് അത് നടക്കും. അതേ നടക്കുകയുള്ളൂ. എല്ലാവരും നന്നായി വരട്ടെ. അങ്ങനെ സുജാത ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് വിഷമത്തോടു കൂടി ഇരിക്കുന്ന സുജാതയുടെ അരികിലേക്ക് വന്ന ഗീത ചോദിക്കുന്നു, അമ്മേ വിനീത് എവിടെ? സുജാത പറയുകയാണ്, കുളിക്കുന്നു. ഗീത ചോദിക്കുകയാണ്, അപ്പൊ ഇന്ന് പോകുമോ? ഇന്നല്ലേ കല്യാണത്തിന്റെ തീയതി കുറിച്ചിരിക്കുന്നത്? സുജാത ചോദിക്കുന്നു, എന്നെ ധിക്കരിച്ച അവൻ പോകുമോ? അവരുടെ ഇഷ്ടത്തിന് കല്യാണം തീരുമാനിക്കും, പക്ഷെ കല്യാണം നടക്കില്ല. അവളുമാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ലത്. ഈ സമയം വിനീത് അവിടേക്ക് വരികയാണ്. എവിടെ പോവാണെന്ന് ഗീത ചോദിക്കുമ്പോൾ വിനീത് പറയുകയാണ്, രാവിലെ വഴക്കിന് വരണ്ട, ഇന്ന് എന്റെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിലേക്ക് പോകുക. ഗീത പറയുകയാണ്, ഓഹോ, അപ്പൊ ഞങ്ങളുടെ സമ്മതമൊന്നും വേണ്ടേ നിനക്ക്? നിന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? വിനീത് പറയുന്നു, എനിക്ക് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മുടെ ഗംഗയാണ്. ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ എന്റെയും ഗംഗയുടെയും കല്യാണം നടക്കണമെന്ന്? പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ രണ്ടുപേരും എന്റെ ഒപ്പം വരണം, കല്യാണത്തിന് എന്റെ അരികിൽ നിൽക്കണം. ഗീത പറയുകയാണ്, കേട്ടോ അമ്മേ, നമ്മൾ പോയി ഇവന്റെ കൂടെ നിൽക്കണമെന്ന്. സുജാത പറയുകയാണ്, കല്യാണം നടന്നാലല്ലേ നിന്റെ കൂടെ വന്ന് നിൽക്കേണ്ടതുള്ളൂ. അവളുമാരുടെ ഇഷ്ടത്തിന് ഓരോന്ന് പറയുമ്പോൾ നീ എല്ലാത്തിനും തലയാട്ടുകയാണോ? പെറ്റ തള്ളയെ ധിക്കരിച്ച് നീ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുന്നു? അച്ഛനില്ലാത്ത നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് ഇങ്ങനെ തന്നെ നീ പ്രതിഫലം തരണം. അച്ഛനില്ലാത്ത നിങ്ങളെ ഞാൻ വളർത്തിയതിന്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ല. ഇങ്ങനെ തന്നെ വേണം എനിക്ക്. അങ്ങനെ തലയിലടിച്ച് പൊട്ടിക്കരയുകയാണ് സുജാത. അമ്മ എന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് ഗീതയും വിനീതും. കൈ തട്ടി മാറ്റി സുജാത പറയുന്നു, ഇല്ല, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, ഈ കല്യാണം നടത്തില്ല ഞാൻ. അങ്ങനെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ ഇനി ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ചുവരിലേക്ക് തലയിടിക്കുകയാണ് സുജാത. അമ്മ എന്ന് വിളിച്ച് പിടിച്ചു മാറ്റുകയാണ് വിനീതും ഗീതയും. ഗീത പറയുന്നു, എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, നീ എന്റെ അമ്മയെ കൊല്ലുവോടാ? വിനീത് പറയുന്നു, അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ വളർത്താനായി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയൊന്ന് ആലോചിച്ചു നോക്ക്, അച്ഛൻ മരിച്ച് അമ്മ തനിച്ചായപ്പോൾ അമ്മയുടെ കൂടെ നിന്നത് ആരാ? അമ്മാവനല്ലേ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ അമ്മാവൻ ഗൾഫിൽ പോയത്? അമ്മാവൻ നമുക്ക് വേണ്ടി കൂടിയല്ലേ കഷ്ടപ്പെട്ടത്? ആ അമ്മാവന്റെ കുടുംബം എന്ന് വിഷമിക്കുന്നത്. കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു, ഇപ്പൊ പോലും എന്റെ വിഷമം നീ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അവൻ ചിന്തിക്കുന്നത് അവന്റെ അമ്മാവന്റെ കുടുംബത്തിന്റെ വിഷമമാ. തോട്ടത്തിൽ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടി മാത്രമാണല്ലോ, ഞാൻ മാത്രമാണല്ലോ അതെല്ലാം കഴിച്ചത്. നീ ഇത്രയ്ക്ക് നന്ദിയില്ലാത്തവനായി പോയല്ലോടാ. നീ ആ കല്യാണത്തിന് പോകാൻ പാടില്ല, നീ അവളുടെ കഴുത്തിൽ താലി കെട്ടരുത്. എന്താടാ അത്? അങ്ങനെ വിനീതിന്റെ കയ്യിലിരിക്കുന്ന കവറ് വാങ്ങിച്ചു നോക്കുകയാണ്. അത് വിനീതിന്റെ വിവാഹ വസ്ത്രമാണ്. നീ ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു, നിനക്കിത് വേണ്ടാന്ന് പറഞ്ഞ് അതെല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ് സുജാത. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ പോകരുതെന്നാ ഞാൻ പറഞ്ഞത്. ഈ സമയം വിനീതി എന്ന് വിളിച്ച് നിവിൻ പുറത്തേക്ക് വരികയാണ്. സുജാതയുടെ കയ്യിൽ പിടിച്ച വിനീത് പറയുന്നു, അമ്മ നിവിൻ വരുന്നുണ്ട്. അമ്മ ഒന്നും മിണ്ടാ നിൽക്ക്. വിനീതി എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരുന്ന നിവിൻ കാണുകയാണ് ഡ്രസ് എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. നിവിൻ ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? കല്യാണത്തിന് പോകണ്ടേ? ഗീത പറയുകയാണ്, വാടാ കൂട്ടുകാരാ, നീ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? നിവിൻ ചോദിക്കുന്നു, എന്താ ഇത്? ഇനി നിങ്ങളുടെ പ്രശ്നമൊന്നും മാറിയില്ലേ? എന്താ വിനീതിന്റെ കല്യാണമാണ്, നിങ്ങൾ ഇങ്ങനെ വഴക്കടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? കല്യാണത്തിന് പോകാൻ ഒരുങ്ങ. സുജാത പറയുകയാണ്, എവിടെ പോകാനാ പറയുന്നത്? എന്റെ മകൻ വരില്ലടാ, വരില്ല. പോടാ ഇറങ്ങി. ഇവൻ കല്യാണത്തിന് വന്നാ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. അവൻ വരില്ല, നീ പോടാ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുക. നീ ചെയ്യുവോടാ? നിന്റെ അമ്മ പറയുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് നീ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുവോടാ? വിനീത് പറയുന്നു, അമ്മ എന്നെ വഴക്ക് പറയാൻ അമ്മയ്ക്ക് അധികാരമുണ്ട്, പക്ഷെ ഇവനെ എന്തിനാ വഴക്ക് പറയുന്നത്? നീ വടാ. അങ്ങനെ ഇവനെയും കൂടി വിനീത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഗീത പറയുകയാണ്, അമ്മ ഇതെന്താ പറയുന്നതൊന്നും കേൾക്കാതെ ഇവൻ വീണ്ടും പോകുന്നത്? വിനീത് പറയുന്നു, ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിട്ട് വരാം. നിവിൻ ചോദിക്കുന്നു, വിനീതേ നീ എങ്ങനെ വരും? അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് നിന്റെ കല്യാണമാ, സമയമാകുന്നു. നിന്റെ അമ്മ കടന്ന് ബഹളം വെക്കുകയാണല്ലോ. വിനീത് പറയുന്നു, എടാ നീ ഗംഗയും വീട്ടുകാരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകും. എന്നെ കാണാതെ അവര് ടെൻഷനോടുകൂടി ഇരിക്കുകയായിരിക്കും. നീ ക്ഷേത്രത്തിൽ എത്തുമ്പോഴേക്കും ഞാൻ അവിടേക്ക് വരാം. നീ ഉറപ്പായിട്ടും വരില്ലെന്ന് നിവിൻ ചോദിക്കുമ്പോൾ വിനീത് പറയുകയാണ്, ഞാൻ വരുവടാ, നീ പോ. ശരി എന്ന് പറഞ്ഞ നിവിൻ അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് വിനീതിനെ കാണാതെ എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. യമുന ചോദിക്കുന്നു, ചേച്ചി കല്യാണം നടക്കില്ലേ? ശാരദ പറയുന്നു, ദൈവമേ ഇത് എന്തൊരു പരീക്ഷണമാ, ഇനി ഈ കല്യാണം മുടങ്ങിപ്പോയാ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. കാവേരി ചോദിക്കുന്നത്, അമ്മ ചേച്ചിയെ ഈ അവസ്ഥയിലാക്കിയിട്ട് ദൈവത്തെ വിരട്ടുകയാണോ? യമുന പറയുകയാണ്, വിനീതേട്ടനെ കല്യാണത്തിന് പറഞ്ഞു വിടില്ല എന്ന് അപ്പച്ചി പറഞ്ഞിട്ട് പോയിരിക്കുകയല്ലേ. മുത്തശ്ശി പറയുകയാണ്, അവൻ എങ്ങനെയെങ്കിലും കല്യാണത്തിന് വരും. കാവേരി പറയുകയാണ്, അപ്പച്ചി എതിർത്ത് വിനീതേട്ടന് വരാൻ പറ്റുമോ? മുത്തശ്ശി പറയുന്നു, വരൂ അവൻ. യമുന പറയുകയാണ്, പക്ഷേ വിനീതേട്ടന്റെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ലല്ലോ ഇതുവരെ. ഈ സമയം വണ്ടിയുമായി അവിടേക്ക് വന്ന നിവിൻ ചോദിക്കുന്നു, എല്ലാവരും റെഡിയായോ? നമുക്ക് പോകാം. കാവേരി ചോദിക്കുന്നു, വിനീതേട്ടനെ കണ്ടായിരുന്നോ? യമുന ചോദിക്കണ, വിനീതേട്ടൻ വരുമോ? നിവിൻ പറയുന്നു, കല്യാണ ചെറുക്കൻ വരാതെ പിന്നെ എങ്ങനാ? കാവേരി പറയുന്നു, അതല്ല അപ്പച്ചി ഇവിടെ വന്ന് വിനീതേട്ടൻ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞു. നിവിൻ പറയുകയാണ്, അതല്ല എനിക്കറിയാം, വിനീതിനും അറിയാം. ഞാൻ വിനീതിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. വിനീത എന്നോട് പറഞ്ഞത് നിങ്ങളെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാൻ.
ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. നിവിൻ പറയുന്നു നമുക്ക് പോകാം. വിനീത് നേരെ ക്ഷേത്രത്തിലേക്ക് വരും. നിങ്ങൾ ആരും പേടിക്കണ്ട. നിള ചോദിക്കുന്നു അപ്പോ കല്യാണം നടക്കുമല്ലോ അല്ലേ? നിവിൻ പറയുകയാണ് നടക്കാതെ പിന്നെ ഉറപ്പായിട്ടും നടക്കും മോളെ. എല്ലാവരും ഗംഗയും കൂട്ടി സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കല്യാണത്തിൽ പങ്കെടുക്കാനായി അടുത്ത ബന്ധുക്കളൊക്കെ വരികയാണ്. കാവേരി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഗംഗ വിനീത് വരുന്നതും കാത്തിരിക്കുന്നു. നിവിൻ വന്ന അതിഥികൾക്കൊക്കെ ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നാലെ വരുന്ന കാവേരിയോട് നിവിൻ ചോദിക്കുന്നു എന്തു പറ്റി, എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അപ്പോൾ കാവേരി പറയുകയാണ് വിനീതേട്ടൻ വരുമല്ലോ അല്ലേ? നിവിൻ ചോദിക്കുകയാണ് ഇത് എന്തൊരു ചോദ്യമാ, വിനീത് ഇല്ലാതെ എങ്ങനെ ഈ കല്യാണം നടക്കുക? അപ്പച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നെന്ന് കാവേരി പറയുമ്പോൾ നിവിൻ പറയുകയാണ് എന്ത് സംഭവിച്ചാലും വിനീത് വരും. നിങ്ങൾ ഇങ്ങനെ പേടിക്കുമെന്നുള്ളത് കൊണ്ടാ വിനീത് എന്നെ ആദ്യം പറഞ്ഞു വിട്ടത്. ആരും ടെൻഷൻ ആകണ്ട, ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും. തുടർന്ന് വിനീതിനെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാനായി ബഹളം വയ്ക്കുകയും കരയുകയും കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെയാണ് സുജാത. വിനീത് പറയുന്നു അമ്മേ കല്യാണത്തിന് സമയമായി. ഗീത പറയുകയാണ് വീണ്ടും അത് തന്നെ പറയുന്നത് കേട്ടില്ലേ അമ്മേ? വിനീത് പറയുകയാണ് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അമ്മേ, അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ കല്യാണം മുടങ്ങിപ്പോയാൽ ഗംഗയ്ക്ക് താങ്ങാൻ കഴിയില്ല. ഗീത പറയുകയാണ് ഗംഗ 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 ചാണാൻ കലക്കി നിന്റെ മുഖത്തൊഴിച്ചാലും അവളെ പറ്റി തന്നെ ആലോചിക്കുകയാണല്ലോ നീ. ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ലേ നിനക്ക്? സുജാത ചോദിക്കുന്നു അപ്പം ഞാൻ മരിച്ചാലും നിനക്ക് കുഴപ്പമില്ലേ? ഞാൻ ആദ്യം മരിക്കാം, അത് കഴിഞ്ഞ് നീ പോയി അവളുടെ കഴുത്തിൽ താലി കിട്ടിയാൽ മതി. അങ്ങനെ അടുക്കളയിലേക്ക് പോയി മണ്ണെണ്ണ അദ്ദേഹത്തേക്ക് ഒഴിക്കുകയാണ് സുജാത. അമ്മ എന്തായി ചെയ്യുന്നത്, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് വിനീതും ഗീതയും. സുജാത തീപ്പെട്ടി ഉരച്ച് കത്തിക്കാനായി തുടങ്ങുമ്പോൾ കാലി പിടിച്ച് പൊട്ടിക്കരയുകയാണ് വിനീത്. സുജാത പറയുന്നു ഞാൻ ഈ ലോകത്തുനിന്ന് പോട്ടടാ, നീ നിന്റെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിച്ചോ, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. വിനീത് കൈകൂപ്പി കരയുമ്പോൾ സുജാത പറയുകയാണ് എടാ എന്റെ ദേഹം മുഴുവൻ മണ്ണെണ്ണയാ, നീ ഇവിടുന്ന് പോയാ തീപ്പെട്ടി ഉരച്ച് കത്തിച്ച് ഞാൻ ചാകും. അമ്മ വേണ്ട അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ് വിനീതും ഗീതയും. ഗീതയും തന്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുകയാണ്. തടഞ്ഞുകൊണ്ട് വിനീത് ചോദിക്കുന്നു എന്താ ഈ ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട് ഗീത പറയുന്നു ഞാനും അമ്മയുടെ ഒപ്പം വരുവാ, അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ കഴിയുക? സുജാത പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു മകന് ജന്മം കൊടുത്തത് കൊണ്ട് ഞാൻ ചാകുന്നു. നീ എന്തിനാടി ചാകുന്നത്? നീ പോയാൽ നിന്റെ കൊച്ചിനെ ആര് നോക്കും? ഗീത പറയുന്നു എനിക്ക് ഈ ലോകത്ത് അമ്മയെക്കാട്ടിലും വലുതായി ഒന്നുമില്ല. ഇത് കേട്ട് ഗീതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് സുജാത. ഇതെല്ലാം കേട്ട് വിനീത് കരയുമ്പോൾ ഗീത പറയുന്നു വാമ്മേ നമുക്ക് ഒരുമിച്ച് മരിക്കാം. വിനീത് പറയുകയാണ് ആരും ചാകണ്ട, എന്തൊരു സംസാരമാണ് നിങ്ങളുടേത്? സുജാതയും ഗീതയും തീപ്പെട്ടി താന്ന് പറയുമ്പോൾ വിനീത് പറയുകയാണ് തീപ്പെട്ടി തരാൻ പറ്റില്ല. സുജാത പറയുന്നു നീ തീപ്പെട്ടി തന്നില്ലെങ്കിൽ എനിക്കെന്താ ചാകാൻ അറിയില്ലേ? പുറത്ത് അടുപ്പ് കത്തുന്നുണ്ട്, അതിന്റെ ഒരു കൊള്ളി മതി. നീ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ട്. നീ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകില്ല, ചത്തുകളയും പറഞ്ഞേക്കാം. ഗീത പറയുന്നു ഞാനും മരിക്കും, നിന്റെ അമ്മയും പെങ്ങളും മരിച്ചിട്ട് നീ പോയി അവളുടെ കഴുത്തിൽ താലി കെട്ടിയാ മതി. വിനീത അവിടേക്കിരുന്ന് പൊട്ടിക്കരയുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.